ഞാനൊരു ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടന്നൊരു സംഭവം നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇതിൽ വലിയ അതിശയമെന്ന്. അതിൽ അതിശയമുണ്ട്. വർഷങ്ങളോളം കാത്തിരുന്ന് ചില കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ഉള്ള സന്തോഷം ഭയങ്കരമായിരിക്കും നമുക്ക്. ഞാന് ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മുമ്പ് വരെയും ക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ രക്ഷയെക്കുറിച്ച് എല്ലാം അറിയാമെങ്കിലും ഫോക്കസ് ചെയ്തിരുന്നത് ക്രിസ്തുവിൽ വന്നവർക്ക് വേണ്ടിയിട്ടാണ്. രക്ഷ പ്രാപിച്ചവരെ ഉറപ്പിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ മെട്രോ പോകുന്ന സൗണ്ടാ. എന്നാൽ ഇന്ന് 2 ദിവസമായി എൻ്റെ അമ്മയോട് സുവിശേഷം പറയാൻ എത്തിയപ്പോൾ അവിടെയുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരവും, കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റുമായിട്ടുള്ള എൻകൗണ്ടറിൽ എറണാകുളത്ത് വെച്ച് അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യവും എല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോഴേ ഇന്ന് രാവിലെ 2-3 ദിവസം കഴിഞ്ഞു ഈ എൻ്റെ മാതാവിനോട് സുവിശേഷം അറിയിച്ചിട്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇന്ന് രാവിലെ അത്യന്തമായ ശക്തി എൻ്റെ മേൽ വന്നിട്ട് ഈ സുവിശേഷം അറിയിക്കാനുള്ള ഒരു നിർബന്ധം എൻ്റെ മേൽ വന്നു. ഇനി അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങാനായിട്ട്. പൗലോസ് യഹൂദന്മാരുടെ ഇടയിലും പിന്നെ അവനെ ജാതികളുടെ ഇടയിലേക്കും അയക്കുന്നു. ഇതുപോലെ തന്നെ ആ ബൗണ്ടറിയെ ദൈവം പൊട്ടിക്കുകയാണ്. കർത്താവ് വിശ്വസ്തനാണ്. പലപ്പോഴും ഞാൻ പലതും ചോദിക്കും കർത്താവിനോട്. കർത്താവ് പറയും, ഐ വിൽ കോൾ യു ലൈക്ക് എസ്റ്റേറിനെ വിളിച്ചതുപോലെ, ഐ വിൽ കോൾ യു, ജസ്റ്റ് വെയിറ്റ്. അപ്പം ഈ ഒരു പാട്ടും കൂടെ ഫേം ആവണമെന്ന്, ക്രിസ്തു നമ്മളിൽ പൂർണ്ണമായ ഒരു പൂർണ്ണതയിലേക്ക് അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഡേ ബൈ ഡേ ഈ പൂക്കളൊക്കെ ഇരുന്ന്. അപ്പം ഞാൻ സർപ്രൈസ് എന്താണെന്നാണല്ലോ നിങ്ങളോട് പറയേണ്ടത്. ഓക്കെ, സർപ്രൈസ് ഞാൻ പലപ്പോഴും ഈ ഗാർഡനിലെ വീഡിയോസും ഇന്നലെ ഈ വീഡിയോസ് ഇട്ടായിരുന്നു. ഇതിനെ മുറിച്ചപ്പോഴുള്ള അതിൻ്റെ വേദന, അതിപ്പോൾ ഉണങ്ങി നിൽക്കുക, കരിഞ്ഞു നിൽക്കുക. ഇനി അതിൽ നിന്നും പുതിയ നാമ്പ് വരും. അതൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ചെടി പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തിലൊക്കെ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താണ് റാസൽ കൈമയിൽ യാദൃശ്ചികമായി നമ്മൾ 2 വർഷം മുമ്പ് നമ്മൾ കണ്ടുമുട്ടിയ നമ്മുടെ മധുവിന്റെ വീട്ടിൽ നിന്ന് പിച്ചിയുടെ ഒരു ചെടി തന്നായിരുന്നു. ഒരു ചെറിയതായിരുന്നു, ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷെ അത് പിന്നെ വളരത്തില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം അതിൽ പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങി. വന്ന് നിന്ന് അതിൽ പുതിയ ഇല, അതൊരു ഭയങ്കര സന്തോഷം. അതിലുപരിയായിട്ട് ഞാൻ എപ്പോഴും ആത്മീയമായ എൻ്റെ ജേർണിയും ഈ ചെടിയും കൂടെ കണക്ട് ചെയ്യും. എപ്പോഴും എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുക 2 ബാൽക്കണിയിലെയും ചെടികൾ. അപ്പുറത്തെല്ലാം വെജിറ്റബിൾസ് ആണ്, ഇവിടെയെല്ലാം ഇങ്ങനത്തെ ചെടികളുമാണ്. ഇവരെല്ലാം പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, കായ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്ന എന്താണെന്ന് പറയാം. ഇന്ന് എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കാതിരിക്കും. ഞാൻ പറയാറുണ്ട്, എൻ്റെ മണി പ്ലാന്റ് ഒക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമേ നമുക്ക് വരാതിരുന്നൊരു സമയമാണ്. പക്ഷേ ഇപ്പോഴും ഭയങ്കരമായ മണി പ്ലാന്റുകളൊക്കെ വരുന്നു. വെക്കേഷന് പോയിട്ട് വന്നിട്ട് ഇവർക്കൊക്കെ ഇനി പരിചരണം കൊടുക്കണം. എല്ലാവരും വാടിയൊക്കെ നിൽക്കുകയാണ്. ഈ മണി പ്ലാന്റ് ഒക്കെ ഇവരെ ഇനി ക്ലീൻ ചെയ്ത് ശുദ്ധമാക്കി സ്റ്റോർ ഒന്ന് നല്ലതാക്കണം ഇവരെയൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നത്, ഞാനിങ്ങനെ ഈ ഒരു രക്ഷയുടെ ഒരു കാര്യത്തെക്കുറിച്ച് പല കാര്യങ്ങളും പല തോട്ട്സിലൂടെയൊക്കെ ദൈവം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ബാൽക്കണിയിൽ ഇവിടെ വന്നിരിക്കുകയാണ്. സാധാരണ ഞാൻ അവിടെ ബൈബിൾ കൊണ്ട് വെച്ചിട്ടുണ്ട്, പായിട്ടിട്ടുണ്ട് അപ്പുറത്തെ ബാൽക്കണിയിൽ. എപ്പോഴും പോയി ബാൽക്കണിയിൽ ഇരിക്കും. 4 മണി കഴിയുമ്പോഴാണ് ഈ സൈഡിലോട്ട് നല്ല വെളിച്ചം വരുന്നത്. അതിനു മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് വെളിച്ചം വരുന്നത് രാവിലെ അപ്പുറത്തുനിന്ന് സൂര്യൻ ഇവിടുത്തെ ജനലിൽ അടിച്ചിട്ട് അവിടുന്ന് റിഫ്ലക്ഷൻ എനിക്ക് കിട്ടും രാവിലെ മോർണിംഗിൽ. അങ്ങനെയാണ് എനിക്ക് മോർണിംഗ് സൺലൈറ്റ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. താഴെ പോകാൻ പറ്റത്തില്ല എപ്പോഴും. അപ്പം അങ്ങനെ എനിക്ക് മോർണിംഗ് സൺലൈറ്റും കിട്ടാറുണ്ട്, ഈവനിങ് സൺലൈറ്റും കിട്ടാറുണ്ട്. ഇവിടെ ഇരുന്ന് തന്നെ, ഈ സൈഡിൽ തന്നെ. ഇത് വെസ്റ്റ് സൈഡാണ്. അപ്പോഴും ഇന്നത്തെ സന്തോഷം എന്താണെന്നല്ലേ, സന്തോഷം ഞാൻ അങ്ങനെ ഈ ചായയൊക്കെ എടുത്ത് ബാൽക്കണിയിൽ വന്നു മെസ്സേജസ് ഒക്കെ നോക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇവിടെ ഇരുന്ന് ഞാൻ നമ്മുടെ അഞ്ജനയോട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് വാട്സാപ്പ് എടുത്തു സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോയി. ഐ വാസ് സോ ഷോക്ക്. ഞാൻ ചാടി എഴുന്നേറ്റു. കാരണം അതങ്ങനെ തന്നെയാണ്. കാണിച്ചേട്ടെ, ഇതാണ് സന്തോഷം. നോക്കിക്കേ, ഞാൻ ഇവിടെ നോക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു വെള്ളം വന്നു. ഇതിൻ്റെ അകത്ത് പൂ വന്നിരിക്കുന്നു. ഓ ഹല്ലേലൂയ. കാരണം ഇതിൻ്റെ ടെസ്റ്റ് മണി പറയാനുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ട് ഫ്ലവർ ഷോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭയങ്കര വലുതെന്ന്, വലിയ ഇലകളൊക്കെ ആയിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ഇലകളെല്ലാം വാടിപ്പോയപ്പോൾ ഞാൻ വെട്ടിക്കളഞ്ഞു. ഞാനങ്ങനെ വീട്ടിനകത്തായത് നമ്മൾ അധികം വെള്ളം ഒഴിക്കണ്ടല്ലോ, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. പിന്നെ അതിനെ പുറത്തു കൊണ്ടുവച്ചു, വെയിലൊക്കെ അടിച്ചപ്പോൾ എല്ലാം വാടിപ്പോയി. പിന്നെ വെള്ളം ഒഴിച്ചു, വാടിപ്പോയി. അങ്ങനെ എല്ലാത്തിനും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. മുഴുവനും ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ അപ്പുറ സൈഡിൽ കൊണ്ടുവച്ചു. അത് ശരിയാവുന്നില്ല. പിന്നെ എനിക്ക് ഈ സൈഡിൽ ഇവിടെ ഇരിക്കുമ്പോൾ അപ്പുറത്തുകാരൊന്നും ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് ഈ സൈഡിലോട്ട് കൊണ്ടുവച്ചു. ഈ സൈഡിൽ കൊണ്ടുവച്ചിട്ട്
എന്ന് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വെള്ളമൊക്കെ ഒഴിക്കും, വെള്ളം ഡ്രൈ ആയോ എന്നൊക്കെ ഒന്ന് നോക്കും, ചെറുതായിട്ടൊക്കെ ഒന്ന് പരിചരിക്കാൻ തുടങ്ങി, അവരെ ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങി, അവരെ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നോക്കി അവരെ കറക്റ്റ് സഹകരണത്തിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടൊരു പൂ വരികയാണ്, അത് ഒളിച്ചിരിക്കുകയാണ്. ഇത്തിരി സന്തോഷമാണെന്നറിയാമോ അത്. ഐ വാസ് അമേസ്ഡ്. ക്രിസ്ത്യ ജീവിതത്തിലും ഇത് തന്നെയാണ്. നമ്മൾ എത്ര വർഷമായി, 17 വർഷമായി ഞാൻ കാത്തിരിക്കുകയാണ് കർത്താവ് തന്ന ദർശനം പൂർത്തിയാകാനായിട്ട്. ഒരു മൈറ്റി ഹസ്ബൻഡുമായിട്ടുള്ള മിനിസ്ട്രിക്ക് അനേകർ സ്നാനപ്പെടുന്നതാണ്. വേറെ എന്താണ് മൈക്ക് പിടിക്കുന്നതോ ഫേമസ് ആകുന്നതോ രാജ്യങ്ങൾ പോകുന്നതൊന്നും അല്ല. ഞാൻ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് അനേകായിരങ്ങൾ സ്നാനപ്പെടുന്നതാണ്. അപ്പോൾ ആ ഒരു സ്നാനത്തിന് സുവിശേഷം അറിയിക്കണം, രക്ഷയെക്കുറിച്ച് അതിന്റെ കൂടുതൽ ഒരു 90% അറിയാമെങ്കിൽ 100%ലേക്ക് ഞാൻ അതിനോട്ട് കൂടുതൽ പോകുന്നില്ലായിരുന്നു. എല്ലാവരോടും സുവിശേഷം പറയുമെങ്കിലും പക്ഷേ ചില ആഴങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തി തന്നു. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആഴങ്ങൾ, 2 ആഴങ്ങൾ എനിക്ക് കിട്ടിയത്. യേശുവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, യേശുവിനോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ബിംബം വെച്ചിട്ടുണ്ട്, പള്ളിയിൽ പോകുന്നു എല്ലാം. പക്ഷേ യേശു ക്രിസ്തുവിനെ എത്ര പേർക്ക് അറിയാം? യേശു ക്രിസ്തു സ്പിരിറ്റാണ്. ആ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനാണ് കർത്താവ് പറഞ്ഞത്, അവരെ ശിഷ്യന്മാരാക്കാനാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എന്നോട് പാസ്റ്റർ ചോദിച്ചതാണ്, അന്ന് എറണാകുളത്ത് വെച്ച് ഭയങ്കര ആർഗ്യുമെന്റ് ആയി. പുള്ളി, നീ ആരാണ് പാസ്റ്റർ ആക്കിയത്, ആരാന്ന് എന്നെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യുമെന്റ് ആയപ്പോ അദ്ദേഹം ചോദിച്ചതാണ്, സകല സൃഷ്ടിയോടും പോയി സുവിശേഷം അറിയിക്കാനല്ലേ പറഞ്ഞത്? അത് ശിഷ്യന്മാരോട് പറഞ്ഞത് മാത്രമല്ലേ, അത് നിന്നോടാണോ പറഞ്ഞത്? അപ്പോഴ് ആ പാസ്റ്ററിന്റെ നിലവാരം എത്രയാണെന്ന് നമുക്ക് മനസ്സിലായി. വചനത്തിന്റെ വെളിപ്പാട്. അപ്പോഴ് ഈ യേശു പറഞ്ഞു, തന്നെ പറയാണ് മത്തായി സുവിശേഷം 28, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തിയും പിന്നെ അതിനുശേഷം എല്ലാവരെയും ഈ വചനത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, തന്റെ വാഗ്ദത്തത്തെ അനുസരിക്കുവാൻ, തന്റെ വചനത്തിൽ വിശ്വസിക്കുവാനും അതിൽ നടക്കുവാനും ഇനി ഒരു വളർച്ചയാണ് ആവശ്യം. അത് കഴിഞ്ഞിട്ട് അവർ ശിഷ്യന്മാരായ ദൈവത്തിന്റെ ദൗത്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. പിന്നീടാണ് വിളിയും തെരഞ്ഞെടുപ്പും അനുസരിച്ച് ആദ്യം സ്പേമും ഒരു യൂട്രസിലേക്ക് വന്ന് അത് ഫോമായി കഴിഞ്ഞു, അത് സൈഗോട്ട് ആയതിനു ശേഷം പിന്നെ അത് ബേബി ആയി തീരുകയാണ്. എല്ലാ പാർട്സും വരുന്നത് പോലെ തന്നെ ആദ്യമേ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ആ പ്ലാസന്റെക്കകത്ത് നമ്മൾ പ്ലാസന്റെയൊക്കെ വന്ന് അതിനു മുമ്പ് നമ്മൾ ആ സൈഗോട്ടായിട്ടിരിക്കുന്ന സമയം പിന്നീടാണ് ഓരോ പാർട്സ് ആയിട്ട് വരുന്നത്. അപ്പം പിന്നീടാണ് നമ്മുടെ മിനിസ്ട്രികളും വിളിയും തെരഞ്ഞെടുപ്പ് കോളിംഗ് ഉണ്ടാകുന്നത്. ഒറ്റ ദിവസം കൊണ്ടങ്ങ് പാസ്റ്റർ ആവത്തില്ല. അപ്പോൾ ഇതുപോലെ അനേക കാര്യങ്ങൾ വെളിപ്പെടാനുണ്ട്. പുതിയ പുതിയ ഇല ഇതിൽ വരുമ്പോൾ എത്ര സന്തോഷം. പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം വെളിപ്പാടായി നമുക്ക് തരുമ്പോൾ എത്ര സന്തോഷം. അതിങ്ങനെ പോവുക, അതിനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ച് ഇതിനെ നമ്മൾ ഇനി ക്ലിപ്പ് ചെയ്യണം, കെട്ടണം, അതൊക്കെ സമയമെടുക്കും. ഇതിങ്ങനെ പോവുക, ഇതിനെ ഇനി ഞാൻ ഇങ്ങനെ ചെയ്യണം, സമയമെടുക്കും. എനിക്ക് എല്ലാം ഒരേ പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. സ്ലോലി അതത് സമയത്ത് ഞാൻ ഫ്രീ ആകുമ്പം അത് ഞാൻ ചെയ്യും. ഇതുപോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ക്യാരി ചെയ്യാവുന്ന ആ വെയിറ്റേ കർത്താവ് തരുത്തുള്ളൂ, അധികമായി തരുത്തില്ല. ആവശ്യമില്ലാത്ത ഇതിലേക്ക് പോകാതെ അലൈൻമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ആവശ്യമാണ്. അപ്പോഴിന്ന് ഞാൻ എൻ്റെ സന്തോഷം നിങ്ങളെ അറിയിച്ചല്ലോ. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിന്റെ വെളിപ്പാടുകള്, ദർശനങ്ങള് ഒക്കെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരണം, അവന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കണം, അവന്റെ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കണം, രാപ്പകൽ ധ്യാനിക്കണം, അവന്റെ കൽപ്പനകളെ അനുസരിക്കണം. പിന്നെ നമുക്കൊരു വളർച്ചയാണ് ആവശ്യം, ഗ്രോയിങ് ആണ്. നമ്മൾ ഗ്രോ ചെയ്യുക, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? അപ്പം നമ്മുടെ വളർച്ചയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വെളിപ്പാടിനെ നിറയട്ടെ. ഈ പൂവിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സഡൻലി ആയിരിക്കും ദൈവം സർപ്രൈസ് തരുന്നത്. ദൈവം പറഞ്ഞത് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ സഡൻലി ഞാൻ ഇവിടെ നിന്ന് ഈ പൂവിനെ കണ്ടപ്പോൾ ഷോക്കായിട്ട് അമേസിംഗ് ആയിട്ട് എക്സൈറ്റ് ആയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരു എക്സൈറ്റ്മെന്റ് ദൈവം തരും. കാത്തിരിക്കുക. നെവർ ഗിവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ്.